രണ്ടു വശത്തായി നിരന്നിരിക്കാം. എന്നിട്ട് ഒരു വശത്ത് നിന്ന് ക്രമത്തിൽ ഓരോരുത്തർക്കായി നമുക്ക് അമൃതം പങ്കുവയ്ക്കാം. അത് നല്ല ബുദ്ധിയാണ്. വരൂ, നമുക്ക് നിലത്തിരിക്കാം. വരൂ. എങ്ങനെയാണിത് പങ്കുവയ്ക്കുന്നത്? ഓരോരുത്തരായി അമൃതകുംഭത്തിൽ നിന്നും അമൃതെടുത്ത് ഭക്ഷിക്കുകയാണോ? അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇച്ഛാനുസരണം അമൃതെടുത്ത് ഭക്ഷിച്ചാൽ അളവ് വ്യത്യാസപ്പെടും. ചിലപ്പോ അവസാനത്തെ ആളിന് അമൃതിന്റെ ഒരു തുള്ളി പോലും ലഭ്യമായെന്ന് വരില്ല. അത് ശരിയാണ്. പിന്നെ എങ്ങനെ വീതിക്കണമെന്നാണ്? വിളമ്പിക്കൊടുക്കാം. വിളമ്പുന്നതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? ഞാൻ വിളമ്പിയാൽ മതിയല്ലോ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങയെയും വിശ്വാസമില്ല. ഇല്ല, ഇല്ല, ഇല്ല. വിശ്വാസമില്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങയെയും വിശ്വാസമില്ല. ഇക്കാര്യത്തിൽ അങ്ങയെ വിശ്വാസമില്ല. ഇല്ല, ഇല്ല. ഞങ്ങൾക്ക് അങ്ങയെയും വിശ്വാസമില്ല. 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 ഇല്ല, ഇല്ല, വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. അങ്ങയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. അമൃതം ഈ ഉള്ളവൾ വിളമ്പി തന്നാൽ മതിയാകുമോ? അല്ലയോ വീരാധിവീരന്മാരായ ദൈത്യന്മാരെ, ഈയുള്ളവളുടെ ചോദ്യം നിങ്ങളാരും കേട്ടില്ല എന്നുണ്ടോ? അമൃത ഈയുള്ളവളുടെ പാണികളാൽ വിളമ്പിത്തന്നാൽ മതിയോ? ഈ മോഹനാംഗനയുടെ കുവലയ പാണികളാൽ അമൃതം വിളമ്പിയാൽ അമൃതിന്റെ സ്വാദും ഗുണവും ഇരട്ടിക്കും. സർവാംഗസുന്ദരിയുടെ നാമം എന്താണ്? സംശയിക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ ഏവരെയും മോഹിപ്പിച്ച ഇവൾ മോഹിനി തന്നെ. നിശ്ചയമായും ഇവൾക്ക് അനുയോജ്യമായ നാമം മോഹിനി എന്ന് തന്നെയാണ്. മോഹിനി. 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 എന്നാലും ഇവൾക്കൊരു നാമമുണ്ടാകുമല്ലോ. മോഹിനി, നിന്റെ യഥാർത്ഥ നാമം എന്താണ്? നമ്മെ നിങ്ങൾ മോഹിനി എന്ന് തന്നെ വിളിച്ചോളൂ. മോഹിനി. 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 എന്നാൽ ഇനി അമാന്തം വേണ്ട. മോഹിനി അമൃതം വിളമ്പിക്കോളൂ. അമൃതം വിളമ്പുന്നതിന് മുമ്പ് നമുക്കൊരു സംഗതി മോഹിനിയോട് ഉണർത്തിക്കുവാനുണ്ട്.
നാം മോഹിനിയെ വരണമാല്യം ചാർത്തി നമ്മുടെ പത്നിയാക്കാൻ ആഗ്രഹിക്കുന്നു. അമൃതഭോജനത്തിന് ശേഷം നമ്മുടെ പരിണയം. ഇല്ല, മോഹിനിയെ നീ വരികയോ? സാധ്യമല്ല. ഇവളെ നാം വധുവാക്കിയിരിക്കും. നിങ്ങൾ രണ്ടാളുമല്ല. മോഹിനിയുടെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തുന്നത് അസുര രാജാവായ നാമാണ്. നാമാണ് മോഹിനിയെ പാണീഗ്രഹണം ചെയ്യുന്നത്. ഇല്ല, 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 ഞങ്ങൾക്ക് സമ്മതമല്ല. സാധ്യമല്ല. സമ്മതമല്ല. നിർത്തൻ. നാം ഒരു കന്യകയല്ലേ ഉള്ളൂ. നിങ്ങൾ അനവധിയുണ്ട്. നിങ്ങളിൽ നിന്നും ഒരാളെ അല്ലേ എനിക്ക് സ്വീകരിക്കാനാകൂ. അതിനാൽ നാം ഒരു പരീക്ഷ നടത്തുകയാണ്. അതിൽ വിജയിക്കുന്നവർക്ക് നാം സ്വന്തമായി തീരും. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. നാം അമൃതം വിളമ്പും. ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന വീരന് നാം സ്വന്തമായി തീരും. എന്താ, സമ്മതമാണോ? ആ, സമ്മതം, 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 സമ്മതം. എങ്കിൽ എല്ലാവരും കണ്ണുകൾ അടച്ചുകൊള്ളൂ. എല്ലാവരും അമൃതം ഭുജിച്ചാലും ഭഗവാനെ വൈകുണ്ഠനാഥ, അവിടുത്തെ മോഹിനി അവതാരമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രക്ഷയായി മാറിയത്. പക്ഷേ ദേവന്മാർക്ക് സംഭവിച്ച ജരാനരകൾ നൽകുന്ന സന്ദേശം മറ്റൊന്നുകൂടിയാണ്. ഈ പ്രപഞ്ചം സുഖദുഃഖദായകമാണ്. മായ കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. ഞാനെന്ന ഭാവം കൊണ്ടാണ് ദേഹേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ദേഹത്തിനെ മാത്രം സ്നേഹിച്ചാൽ ദുഃഖം മാത്രമായിരിക്കും ഫലം. ഒരിക്കലും മായാമോഹത്തിൽ നിന്നും മോചനമുണ്ടാകില്ല. ഇനി അലസതയും അഹംഭാവവും ദേവവൃന്ദത്തിന്
ശാപമായി ഭവിക്കാതിരിക്കട്ടെ. സാധുജന പരിപാലനമായിരിക്കണം ഇനി നിങ്ങളുടെ ദൗത്യം. ആ ദൗത്യം നിങ്ങൾ എപ്പോഴൊക്കെ വിസ്മരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആപത്തുകളും ഭവിക്കുന്നതായിരിക്കും. അങ്ങനെ ഭവിക്കാതിരിക്കാൻ എന്നും ജാഗരൂകരായിരിക്കുക. മംഗളം ഭവിക്കട്ടെ. കൂട്ടരെ, കണ്ണു തുറക്കിൻ. ചതി, വഞ്ചന. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു കൂട്ടരെ, ചതിക്കപ്പെട്ടിരിക്കുന്നു. അസത്യം. ഞങ്ങളെല്ലാം കണ്ണു തുറന്നു കഴിയുമ്പോ കണ്ണു തുറക്കാതിരിക്കുന്ന നിനക്ക് മോഹിനിയെ സ്വന്തമാക്കാനല്ലേ? ആ വിദ്യ മനസ്സിലിരിക്കട്ടെ. എന്നെ വിശ്വസിക്കൂ, ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് അസത്യമാണെങ്കിൽ അസുരരാജനെ എന്നെ നിഗ്രഹിക്കാം. എന്താണ്? എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? മോഹിനി എവിടെ? മോഹിനി എവിടെ? മോഹിനി അമൃതകുംഭവുമായി ഇവിടെ നിന്ന് അപ്രത്യക്ഷയായിരിക്കുന്നു. അപ്പോൾ ആ ദേവന്മാർ കരുതിക്കൂട്ടി നമ്മെ ചതിക്കുകയായിരുന്നു അല്ലേ? ദേവന്മാരിൽ നിന്നും അമൃത് നമ്മൾ തട്ടിയെടുത്തതിന്റെ പ്രതികാരം ചെയ്തതാണ് അവർ. പാലാഴി മദനത്തിൽ അസുരകുലം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന ശ്രേഷ്ഠ വസ്തുക്കളൊക്കെയും ദേവന്മാർക്ക്, മൂദേവി മാത്രം അസുരന്മാർക്ക്. അവസാനം വഞ്ചനയിലൂടെ അമൃതം അവർ അപഹരിച്ചിരിക്കുന്നു. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കൂട്ടരെ. ഈ അവഹേളനം പരാജയപ്പെടാനും പറ്റിക്കപ്പെടാനും ഉള്ളവരല്ല അസുരന്മാരെന്ന് ദേവന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എങ്ങനെ? യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തണം ദേവന്മാരെ. ജരാനര ബാധിച്ച് ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ദേവന്മാരെങ്കിൽ നമുക്കവരെ ഈ ക്ഷണം യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താമായിരുന്നു. പക്ഷേ അമൃത സേവിച്ച് ആരോഗ്യവും യൗവനവും വീണ്ടെടുത്ത ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കുക എന്നത് അസാധ്യം തന്നെ. ശരിയാണ്. നമ്മൾ ബുദ്ധിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അസുരകുലമാകെ ദേവന്മാരും മുച്ചൂടും മുടിച്ചു കളയും. അങ്ങനെ ഒരു അവസരത്തിനായി ബുദ്ധിപൂർവം കാത്തിരിക്കുകയേ ഇപ്പൊ നിവർത്തിയുള്ളൂ. Thank you.
വൈകുണ്ഠനാഥന് പ്രണാമം. പ്രണാമം കൈലാസനാഥ. പാലാടിവാസ, അവിടുത്തെ അനുഗ്രഹം മൂലം ദേവന്മാർക്ക് ജരാനരയിൽ നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. അവിടുന്ന് സമയോചിതമായി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അമരത്വം നേടിയ ദൈത്യന്മാർ ദേവലോകം തന്നെ കീഴ്പ്പെടുത്തിയേനെ. സ്ഥിതി പരിപാലനമല്ലേ നമ്മുടെ ധർമ്മം. അപ്പോൾ സ്ഥിതിഭ്രംശം സംഭവിക്കുവാൻ നാം അനുവദിക്കുമോ? വൈകുണ്ഠനാഥ, അവിടുന്ന് ഏത് വിധേനയാണ് ശക്തരായ അസുരവൃന്ദത്തിൽ നിന്ന് അമൃത് വീണ്ടെടുത്തതെന്നറിയാൻ നമുക്ക് കൗതുകമുണ്ട്. നമ്മുടെ തത്സ്വരൂപത്തിൽ അസുരന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായാൽ അസുരന്മാർ അമൃതകുംഭവുമായി കടന്നു കളയുകയോ നമ്മോട് യുദ്ധത്തിനൊരുങ്ങുകയോ ചെയ്യുമെന്ന് നിശ്ചയമുണ്ടായിരുന്നു. ആയതിനാൽ അസുരന്മാരെ കബളിപ്പിച്ച് അവരുടെ കൈകളിൽ നിന്നും അമൃതകലശം നേടിയെടുക്കുന്നതാണ് ഉചിതമെന്ന് നമുക്ക് തോന്നി. അങ്ങനെ അസുരന്മാരുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നതിനായി നാം മോഹിനി രൂപം പൂണ്ടു. അത് നന്നായി. അവിടുത്തെ മോഹിനി രൂപം നമുക്കും ഒന്ന് ദർശിക്കണമെന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ മോഹിനിയായി മാറാൻ അവിടത്തേക്ക് സാധിക്കുമോ? നമ്മുടെ മോഹിനി രൂപം ദർശിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഏതോ കാരണമുണ്ടെന്ന് നാം അറിയുന്നു. നിശ്ചയമായും. വൈകുണ്ഠനാഥ, നമ്മുടെ ഉള്ളം അങ്ങേക്കും അറിവുള്ളതല്ലേ? ഹരിയും ഹരനും സമന്വയിച്ച് ഹരിഹരപുത്രൻ ജാതനാവണം. തീർച്ചയായും. ഹരിഹരപുത്രന്റെ ജനനത്തിനുള്ള മുഹൂർത്തം സമാഗതമായിരിക്കുന്നു നാരായണ. ധർമ്മം പരിരക്ഷിക്കാൻ ധർമ്മശാസ്താവായി, ശ്രീഭൂതനാഥനായി ശാസ്താവ് ജാതനാവണം. ഭക്തരുടെ നിശബ്ദതയാണ് അസുരന്മാരുടെ ആക്രമത്തേക്കാൾ മൂർച്ചയുള്ളത്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം
ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം കിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസത്വജമംഗളം ത്രിജഗതാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാര